കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്കറിയാം നമ്മുടെ അടുത്ത DHS നഴ്സിംഗ് എക്സാമിനേഷൻ അധികം താമസമില്ലാതെ അതിന് നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ഒരു റാങ്ക് മേക്കിങ്ങിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. ഫെയിലൂർ എമിഷൻ ഓഫ് സീമൻ, അതായത് ഇജാക്കുലേറ്റ് ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക, അസ്പേർമിയ എന്ന് പറയുക. നെക്സ്റ്റ് നോക്കി പുള്ളിംഗ് ദ കോഡ് അല്ലേ, പുള്ളിംഗ് ദ കോഡ് അല്ലെങ്കിൽ അംബ്ലിക്കൽ കോഡ് ബിഫോർ പ്ലാസന്റൽ സെപ്പറേഷൻ ഓർ വിത്തൗട്ട് സപ്പോർട്ടിംഗ് ദ യൂട്രസ്. ടൈപ്പ് 3 അല്ലെ, ടൈപ്പ് 3 എന്താണ്, പാർഷ്യൽ പ്ലാസന്റ പ്രീവി എന്ന് വെച്ചാൽ എന്താണ്, പ്ലാസന്റ പാർഷ്യലി കവേഴ്സ് ദ ഇന്റേണൽ ഓർഗൻസ്. എന്നൊക്കെ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജിഎസ് അക്കാഡമി. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന DHS നഴ്സിംഗ് ഓഫീസർ എക്സാമിനേഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്കറിയാം നമ്മുടെ അടുത്ത DHS നഴ്സിംഗ് എക്സാമിനേഷൻ അധികം താമസമില്ലാതെ അതിന് നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ഒരു റാങ്ക് മേക്കിങ്ങിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. സോ നമുക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. അതായത് നമുക്ക് ഏത് രീതിയിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് മനസ്സിലാക്കി നമ്മൾ ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എന്താണ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ നോക്കി ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് OBGയിൽ നിന്ന് കഴിഞ്ഞ എക്സാമിന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട്സ് sperm count less than 20 million per ml is known as. കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് നോക്കിയാൽ സ്പേം കൗണ്ട് 20 million per ml താഴെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ടേം എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഇസ് അസോസ്പെർമിയ, ഓപ്ഷൻ ബി ഇസ് ഒളിഗോസ്പെർമിയ, ഓപ്ഷൻ സി ഇസ് അസ്പെർമിയ, ഓപ്ഷൻ ഡി ഇസ് എസ്തനോസോസ്പെർമിയ. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? വളരെ സിമ്പിൾ ആണ്. എപ്പോഴും ഈ ഒരു ഏരിയയിൽ നിന്ന് PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് ഈ ഒരു ഏരിയ പഠിച്ചു പോവുക. എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? എന്താണ്? യെസ്, കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ ബി ആണല്ലേ, ഓപ്ഷൻ ബി ഒളിഗോസ്പെർമിയ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാവേ, അതിന്റെ എല്ലാ വശങ്ങളും നമുക്ക് പഠിച്ചു പോകാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഇത് നമ്മളെ WHO പാരാമീറ്റർ അനുസരിച്ച് കേട്ടോ, WHO റെഫറൻസ് വാല്യൂ അനുസരിച്ചിട്ടുള്ള സെമൻ അനാലിസിന്റെ നോർമൽ വാല്യൂസ് ആണ് നമ്മൾ നോക്കുക. അതിൽ വോളിയം അല്ലെ, വോളിയം പറയുന്നത് 2 ml ഓർ മോർ ഉണ്ടാകണം എന്നാണ്. സോ അതിന്റെ എങ്കിലും ഒരു ലോവർ ലിമിറ്റിൽ ഒരു കട്ട് ഓഫ് 1.5 ml പറയുന്നുണ്ട്. pH 7.2 to 7.8 ആണ്. വിസ്കോസിറ്റി ലെസ് ദാൻ 3 ആണ്. സ്പേം കോൺസെൻട്രേഷൻ നോക്കിയാൽ 20 million per ml അല്ലെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. 20 million per ml ആണ്. നോക്കിയാൽ അതിലൊരു ലോവർ ലിമിറ്റ് 15 million per ml പറയുന്നുണ്ട്. നെക്സ്റ്റ് ടോട്ടൽ സ്പേം കൗണ്ട് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 40 million per ഇജാക്കുലേറ്റ് ആണ്. അല്ലെങ്കിൽ നോക്കിയാൽ 39 million per ഇജാക്കുലേറ്റ്. മോട്ടിലിറ്റി എന്ന് പറയുന്നത് മോർ ദാൻ ഓർ ഈക്വൽ ടു 32% ആണ്. പിന്നെ നോർമൽ സ്പേം മോർഫോളജി എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഓർ ഈക്വൽ ടു 4%. അപ്പോൾ ഇതാണ് നമ്മുടെ WHO ക്രൈറ്റീരിയ അനുസരിച്ചുള്ള സ്പേം അനാലിസിന്റെ നോർമൽ റെഫറൻസ് വാല്യൂസ് എന്ന് പറയുക. ഇനി നമ്മൾ ടെർമിനോളജീസിലേക്ക് അല്ലെങ്കിൽ നോമൻക്ലേച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ അസ്പേർമിയ അല്ലെ, അസ്പേർമിയ എന്താണ്, ഫെയിലൂർ എമിഷൻ ഓഫ് സീമൻ, അതായത് ഇജാക്കുലേറ്റ് ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക, അസ്പേർമിയ എന്ന് പറയുക. ഒളിഗോസ്പെർമിയ അല്ലെങ്കിൽ ഒളിഗോസൂസ്പെർമിയ എന്ന് പറഞ്ഞാൽ സ്പേം കൗണ്ട് ലെസ് ദാൻ 20 million per ml ആണ്. പിന്നെ പോളിസൂസ്പെർമിയ എന്താണ്, കൗണ്ട് ഇസ് മോർ ദാൻ 350 million per ml ആണ്. അസൂസ്പെർമിയ ആണെങ്കിലോ നോ സ്പെർമറ്റോസോൺ ഇൻ ദ സെമൻ ആണ്. അസ്തനോസൂസ്പെർമിയ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് സ്പേം മോട്ടിലിറ്റി. എല്ലാ ടേമും നന്നായിട്ട് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. നമുക്ക് കൺഫ്യൂസിങ് ആകുന്ന ടെർമിനോളജീസ് ആണ്. നമുക്ക് അതായത് ഒളിഗോസ്പെർമിയ, അസൂസ്പെർമിയ, എസ്തനോസൂസ്പെർമിയ ഒക്കെ നമുക്ക് യൂഷ്വലി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏരിയാസ് ആണ്. നോക്കിയാൽ ലൂക്കോസൈറ്റോസ്പെർമിയ എന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് വൈറ്റ് സെൽസിന്റെ സിമിലിൽ വൈറ്റ് സെൽസ് കാണുകയാണെങ്കിൽ ലൂക്കോസൈറ്റോസ്പെർമിയ എന്ന് പറയും. പിന്നെ നെക്രോസൂസ്പെർമിയ അല്ല, എന്താണ്, സ്പെർമറ്റോസോവ ആർ ഡെഡ് ഓർ മോഷൻലെസ് അല്ലെ. സ്പെർമറ്റോസോവ ഡെഡ് ആകാം അല്ലെങ്കിൽ മോഷൻലെസ് ആകാം. അതിനാണ് നമ്മൾ നെക്രോസൂസ്പെർമിയ എന്ന് പറയുക. പിന്നെ നോക്കിയാൽ ടെറാട്ടോസൂസ്പെർമിയ അല്ലെ, എന്താണ് ടെറാട്ടോസൂസ്പെർമിയ എന്ന് വെച്ചാൽ മോർ ദാൻ 70% സ്പെർമറ്റോസോവ ആർ വിത്ത് അബ്നോർമൽ മോർഫോളജി. അതിന്റെ മോർഫോളജിയിൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകും. എന്താണ്, ഭൂരിഭാഗം മോർ ദാൻ 70% കേട്ടോ. അതിനാണ് നമ്മൾ ടെറാട്ടോസൂസ്പെർമിയ എന്ന് പറയുക. പിന്നെ നോക്കിയാൽ ഒളിഗോ അസ്തനോ ടെറാട്ടോസൂസ്പെർമിയ അല്ലെ, എന്താണ് ഒളിഗോ അസ്തനോ ടെറാട്ടോസൂസ്പെർമിയ എന്ന് വെച്ചാൽ ഡിസ്റ്റർബൻസ് ഇൻ ഓൾ ദീസ് 3 വേരിയബിൾസ്. അതായത് നോക്കിയാൽ ഒളിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന സ്പേം കൗണ്ട് ലെസ് ദാൻ 20 million per ml ആണ്. പിന്നെ അസ്തനോ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പേം മോട്ടിലിറ്റി കുറഞ്ഞിട്ടാണ് വരിക. പിന്നെ നോക്കിയാൽ ടെറാട്ടോസൂസ്പെർമിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ മോർഫോളജി സ്പെർമറ്റോസോവയുടെ മോർഫോളജി അബ്നോർമൽ ആയിട്ട്. അപ്പൊ ഇതും മൂന്നും കൂടെ ചേർന്ന് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഒളിഗോ അസ്തനോ ടെറാട്ടോസൂസ്പെർമിയ എന്ന് പറയുക കേട്ടോ. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെർമിനോളജി ആണ്. ഈ ഒരു ടേബിള് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറയുന്നു, ഈ ഒരു ടേബിള് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പായിട്ട് നേടാം കേട്ടോ. നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നോക്കിയാൽ OBG എന്നുള്ള അടുത്ത ക്വസ്റ്റൻ ആണ്. Which of the following includes mismanaged third stage of labor? അല്ലെ, നോക്കിയാൽ എന്താണ്,
നമ്മുടെ തേർഡ് സ്റ്റേജ് ഓഫ് ലേബറിന്റെ മാനേജ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടല്ലേ. അതിൽ നോക്കിയേ മിസ് മാനേജ്ഡ് കേട്ടോ, മിസ് മാനേജ്ഡ് ആയിട്ട് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ നോക്കിയാൽ നീഡിങ് ആൻഡ് ഫിഡ്ലിംഗ് ഓഫ് ദ യൂട്രസ്, ബി ഡെലിവറി ഓഫ് പ്ലാസന്റ ആഫ്റ്റർ ഇറ്റ് സെപ്പറേഷൻ, സി പുള്ളിംഗ് ദ കോഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതാണ് മിസ്മാനേജ്ഡ്. ഇതുപോലെയുള്ള മൾട്ടിപ്പിൾ റെസ്പോൺസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതുകൂടാതെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പം PSC കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ എക്സാമിന് വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഇതിലെ മിസ്മാനേജ്ഡ് ആണ്. നോക്കിയാൽ ഓപ്ഷൻ എ അല്ലെ, നീഡിങ് ആൻഡ് ഫിഡ്ലിംഗ് ഓഫ് ദ യൂട്രസ് എന്ന് വെച്ചാൽ നമ്മൾ യൂട്രസിൽ നിന്ന് പ്രസ് ചെയ്യുക അല്ലെ, അതിനെയാണ് നമ്മൾ നീഡിങ് ഫിഡ്ലിംഗ് എന്നൊക്കെ പറയുക. സോ ഇത് എന്താ, ഇത് ഓക്കെ, ഇത് മിസ്മാനേജ്മെന്റിന്റെ ഒരു സിംറ്റം ആയിട്ട് നമുക്ക് കണക്കാക്കാം അല്ലെ. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ 2 അല്ലെ, ഡെലിവറി ഓഫ് പ്ലാസന്റ ആഫ്റ്റർ സെപ്പറേഷൻ അല്ലെ, അത് നോർമൽ ആണോ അബ്നോർമൽ ആണോ, മിസ്മാനേജ്ഡ് ആണോ നോർമൽ ആണോ? അതായത് പ്ലാസന്റ സെപ്പറേറ്റ് ആയതിനു ശേഷം അതിന്റെ ഡെലിവറി പുറമേക്ക് നടക്കുന്നില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ അത് നോർമൽ ആണ്, അത് മാനേജ്ഡ്, വെൽ മാനേജ്ഡ് തേർഡ് സ്റ്റേജ് ആണ്. അപ്പം ഇതിവിടെ എന്തായാലും കറക്റ്റ് ആൻസർ ആയിട്ട് വരില്ല അല്ലെ. പിന്നെ നോക്കിയാൽ മൂന്നാമത്തേത് പുള്ളിംഗ് ദ കോഡ്, വെറുതെ കോഡിനെ പുള്ള് ചെയ്യാവോ? ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് ഈ 1ഉം 3 അല്ലെ, 1ഉം 3 ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ സി, അതായത് 1ഉം 3 ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അതായത് നോക്കിയാൽ മിസ് മാനേജ്ഡ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് 1 and 3 അല്ലെ. 1 and 3 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാം. നോക്കിയാൽ നീഡിങ് ഫിഡ്ലിംഗ് ഓഫ് ദ യൂട്രസ് എന്നാണ്, റിപ്പീറ്റഡ് മസാജ്, നീഡിങ് പ്രസ് ചെയ്യുക, മാനിപ്പുലേഷൻ ഓഫ് ദ യൂട്രസ് ബിഫോർ പ്ലാസന്റൽ സെപ്പറേഷൻ ഇസ് നോട്ട് അഡ്വൈസ്ഡ്, ചെയ്യാനേ പാടില്ലാത്തൊരു കാര്യമാണ്. ഇറ്റ് ക്യാൻ ഇന്റർഫിയർ വിത്ത് നോർമൽ പ്ലാസന്റൽ സെപ്പറേഷൻ അല്ലെ, നമ്മൾ വെറുതെ അതിനെ മസാജ് ചെയ്യുക, വെറുതെ പിടിച്ച് വലിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ നമ്മുടെ നോർമൽ പ്ലാസന്റൽ സെപ്പറേഷനെ ഇന്റർഫിയർ ചെയ്യും. അതുകൂടാതെ ഇറ്റ് വിൽ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് യൂട്രൈൻ അറ്റോണി. അതൊക്കെ യൂട്രൈൻ അറ്റോണിയുടെ അല്ലെങ്കിൽ യൂട്രൈൻ ടോണിസിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് ഓൾസോ അവിടെ പ്ലാസന്റ റീറ്റൈൻ ആയിരിക്കാനും അത് കാരണം എന്താ ഹെമറേജ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത് ഒരിക്കലും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ യൂട്രൈൻ മസാജ് ഇസ് റെക്കമെൻഡഡ് ഓൺലി ആഫ്റ്റർ ദ പ്ലാസന്റ ഇസ് ഡെലിവേർഡ് ആൻഡ് ഇഫ് ദ യൂട്രൈൻ ഇസ് അറ്റോണിക് അല്ലെ. അതായത് നമ്മൾ പറയാറുണ്ടോ യൂട്രസ് അറ്റോണിക് ആയിട്ടിരിക്കുകയാണ്, ടോണിസിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അങ്ങനെ ഉള്ള സമയത്തില് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്താണ് പ്ലാസന്റൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് യൂട്രൈൻ മസാജ് ചെയ്യാം. പക്ഷെ അൺലെസ് ഇറ്റ് ഈസ് നോട്ട് ദെയർ നമുക്കത് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമല്ല കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കാം. നെക്സ്റ്റ് നോക്കി പുള്ളിംഗ് ദ കോഡ് അല്ലെ, പുള്ളിംഗ് ദ കോഡ് അല്ലെങ്കിൽ അംബ്ലിക്കൽ കോഡ് ബിഫോർ പ്ലാസന്റൽ സെപ്പറേഷൻ ഓർ വിത്തൗട്ട് സപ്പോർട്ടിംഗ് ദ യൂട്രസ്. ഇത് രണ്ടും എന്താണ് ഡേഞ്ചറസ് ആണ്. പ്ലാസന്റ സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അംബ്ലിക്കൽ കോഡിനെ പുള്ള് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ലീഡ് ടു യൂട്രൈൻ ഇൻവേർഷൻ അല്ലെ, യൂട്രസ് തല കീഴായി വരാനുള്ള സാധ്യതയുണ്ട്, യൂട്രൈൻ ഇൻവേർഷൻ ഉണ്ടാകും. പ്ലാസന്റ ഉള്ളിൽ റീറ്റെയിൻ ആയിരിക്കും അല്ലെ, പ്ലാസന്റ ഉള്ളിൽ റീറ്റെയിൻ ആയിരുന്നത് എന്താ സംഭവിക്കുക? തേർഡ് സ്റ്റേജ് ഹെമറേജിലേക്ക് പോകാം അല്ലെ, അവിടെ ഹെമറേജ് പോസ്റ്റ് പാർട്ടം ഹെമറേജിലേക്ക് പോകാം. അപ്പൊ നോക്കിയാൽ എന്താ റീറ്റെയിൻഡ് പ്ലാസന്റ ഉണ്ടാകാം, അതുകൂടാതെ സിവിയർ PPH, സിവിയർ പോസ്റ്റ് പാർട്ടം ഹെമറേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ only controlled traction after placental separation is recommended അല്ലേ. അതായത് പ്ലാസന്റ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ മാത്രമേ നമ്മൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഏരിയയിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കിയാൽ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പ്ലാസന്റ പ്രീവിയ അല്ലെ, പ്ലാസന്റ പ്രീവിയ. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നു നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡേഞ്ചറസ് പ്ലാസന്റ പ്രീവിയ അല്ലെ. ഈ തന്നിരിക്കുന്ന ടൈപ്സ് ഓഫ് പ്ലാസന്റ പ്രീവിയയില് ഏതാണ് ഡേഞ്ചറസ് പ്ലാസന്റ പ്രീവിയ എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കി പ്ലാസന്റ പ്രീവിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ലോ ലയിങ് പ്ലാസന്റ അല്ലെ, ലോ ലയിങ് പ്ലാസന്റയാണ് നമ്മൾ പ്ലാസന്റ പ്രീവിയ എന്ന് പറയുക. അവിടെ എന്താ ഹെമറേജിന് സാധ്യത വളരെ കൂടുതലാണ്. ബോത്ത് APH ആന്റിപാർട്ടം ഹെമറേജ്, പോസ്റ്റ് പാർട്ടം ഹെമറേജിനൊക്കെ സാധ്യത കൂടിയ ഒരു കണ്ടീഷനാണ് ഈ പ്ലാസന്റ പ്രീവിയ എന്ന് പറയുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടൈപ്പ് A പ്ലാസന്റ പ്രീവിയ, ഓപ്ഷൻ B ടൈപ്പ് 2 പ്ലാസന്റ പ്രീവിയ, ഓപ്ഷൻ C ടൈപ്പ് 3 പ്ലാസന്റ പ്രീവിയ, ഓപ്ഷൻ D ടൈപ്പ് 2 പോസ്റ്റീരിയർ പ്ലാസന്റ പ്രീവിയ. ഇതില് നോക്കിയാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലാസന്റ പ്രീവിയ ഏതാണ്? ഉത്തരം കമന്റ് ചെയ്തോളൂ. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നമ്മളെപ്പോഴും ക്ലാസ്സിലൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ആണ് അല്ലേ. യെസ്, ഏതാ? ഓപ്ഷൻ D ആണല്ലേ. ടൈപ്പ് 2 പോസ്റ്റീരിയർ പ്ലാസന്റ പ്രീവിയ ആണ് മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക കേട്ടോ. നമുക്ക് നോക്കാവേ. അപ്പൊ നോക്കിയാൽ ഈ ടൈപ്സ് ഓഫ് പ്ലാസന്റ പ്രീവിയ ടൈപ്പ് 1, 2, 3, 4 ഒക്കെ നമ്മൾ പറയും. സോ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് ലോ ലയിങ് പ്ലാസന്റ അല്ലെ. നോക്കി ഈ ഇമേജിൽ നമുക്ക് കാണാം അല്ലെ, ഈ ഇമേജിൽ കാണാം. നോക്കിയേ ഇമേജിൽ കാണാം, ഇതാണ് നമ്മുടെ പ്ലാസന്റ അല്ലെ, പ്ലാസന്റ അല്ലെ. നോക്കിയേ ഇന്റേണൽ ഓസ് ഇവിടെയാണ് അല്ലെ. സോ ഇവിടെ എന്താണ് പ്ലാസന്റ ലോവർ യൂട്രൈൻ സെഗ്മെന്റിലേക്ക് വന്നു അല്ലെ, പ്ലാസന്റ ഈസ് ഇൻ ദ ലോവർ യൂട്രൈൻ സെഗ്മെന്റ് ബട്ട് ഡസ് നോട്ട് റീച്ച് ദ ഇന്റേണൽ ഓസ്. നോക്കിയേ ഇന്റേണൽ ഓസിലേക്ക് പ്ലാസന്റ എത്തിയിട്ടില്ല. ഇതാണ് എന്താ ടൈപ്പ് 1 അല്ലെങ്കിൽ ലോ ലയിങ് എന്ന് പറയുക.
ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, മാർജിനൽ ആണ് അല്ലേ, എന്ന് വെച്ചാൽ എന്താണ്, പ്ലാസന്റ റീച്ചസ് ദ മാർജിൻ ഓഫ് ഇന്റേണൽ ഓസ്. ഓക്കെ, ഇന്റേണൽ ഓസിന്റെ മാർജിൻ വരെ പ്ലാസന്റ എത്തിയിട്ടുണ്ട്, ബട്ട് ഡസ് നോട്ട് കവർ ഇറ്റ്. ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് കവർ ചെയ്തിട്ടില്ല. അതാണ് എന്താണ് ടൈപ്പ് 2 അല്ലെങ്കിൽ മാർജിനൽ എന്ന് പറയുക. ഇനി നമുക്ക് വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ ടൈപ്പ് 2 പോസ്റ്റീരിയർ ആയിരുന്നു നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഓർക്കേണ്ടത് ടൈപ്പ് 2 പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ പ്ലാസന്റ ബാക്കിലേക്ക് അല്ലെ, പോസ്റ്റീരിയർ ഓഫ് ദ യൂട്രസിലേക്ക് പ്ലാസന്റ വന്ന് അറ്റാച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ടൈപ്പ് 2 തന്നെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഡേഞ്ചറസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇത് മാസ്റ്റ് ആയിരിക്കും, നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല അല്ലേ. രണ്ടാമത്തെ സംഗതി, ഈ ഫീറ്റൽ ഹെഡ് നമ്മുടെ ഡെലിവറിയുടെ സമയത്ത് ഫീറ്റൽ ഹെഡ് ഡിസെൻഡ് ആയിട്ട് താഴേക്ക് വരുന്ന സമയത്ത് അതിനെ കംപ്രസ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് പ്ലാസന്റ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പ്ലാസന്റൽ സെപ്പറേഷൻ ഡെലിവറി കഴിയുന്നതിന് മുന്നേ തന്നെ സംഭവിക്കാനും അതുവഴി ഈ പറഞ്ഞ ഹെമറേജ് ഡ്യൂറിംഗ് ദ ഡെലിവറി തന്നെ ഹെമറേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ടൈപ്പ് 2 പോസ്റ്റീരിയർ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് 3 അല്ലെ. ടൈപ്പ് 3 എന്താണ്, പാർഷ്യൽ പ്ലാസന്റ പ്രീവി എന്ന് വെച്ചാൽ എന്താണ്, പ്ലാസന്റ പാർഷ്യലി കവേഴ്സ് ദ ഇന്റേണൽ ഓസ്. എന്നൊക്കെ ഇന്റേണൽ ഓസിനെ പാർഷ്യലി കവർ ചെയ്തിരിക്കുന്നു ഈ പറയുന്ന ടൈപ്പ് 3. ആൻഡ് ടൈപ്പ് 4 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓർ സെൻട്രൽ എന്ന് വെച്ചാൽ പ്ലാസന്റ കംപ്ലീറ്റ്ലി കവേഴ്സ് ദ ഇന്റേണൽ ഓസ്. ഇതാണ് ടൈപ്പ് 4 എന്ന് പറയുക. അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാസന്റ പ്രീവി. ഇത് റിലേറ്റ് ചെയ്തിട്ട് പ്ലാസന്റ പ്രീവിയിൽ മിക്കവാറും എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് അടുത്ത നമ്മുടെ എക്സാമിനേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് കോൺട്രാസെപ്ഷൻ എന്ന് പറയുക അല്ലെ. കോൺട്രാസെപ്ഷൻ അല്ലെ, ഇവിടെ നിന്നും നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. വാട്ട് ആർ ദ പ്രോബബിൾ ഫാക്ടേഴ്സ് ഫോർ ആന്റി ഫെർട്ടിലിറ്റി ഇഫക്ട് ഓഫ് ഇൻട്രാ യൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് അല്ലെ. നോക്കിയാൽ IUCD ഇൻട്രാ യൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് ഉണ്ട്. സോ അതിന്റെ ആന്റി ഫെർട്ടിലിറ്റി ഇഫക്ട് അല്ലെ, നോക്കിയാൽ അതിന്റെ ആന്റി ഫെർട്ടിലിറ്റി ഇഫക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള നമുക്ക് പ്രോബബിൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അതായത് നമ്മൾ ഇൻട്രാ യൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ആന്റി ഫെർട്ടിലിറ്റി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആന്റി ഫെർട്ടിലിറ്റി ഇഫക്ട് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ഇസ് എൻഡോമെട്രിയൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഓപ്ഷൻ ബി ഇസ് ഡിക്രീസ്ഡ് ട്യൂബൽ മോട്ടിലിറ്റി. ഓപ്ഷൻ 3 ഓപ്ഷൻ 3 is enzymatic interference. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നോക്കി ഇവിടെ എന്താണ്, ഏത് ഡിവൈസ് ആണ്, ഇൻട്രാ യൂട്രൽ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ആണ്. ഓപ്ഷൻ ഈസ് 1 and 2, ഓപ്ഷൻ ബി ഈസ് 2 and 3, ഓപ്ഷൻ സി ഈസ് 1 and 3, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. എന്തായിരിക്കാം നോക്കിയേ, ഇൻട്രാ യൂട്രൽ കോൺട്രാസെപ്റ്റീവ് ഡിവൈസിലെ ആന്റി ഫെർട്ടിലിറ്റി ഇഫക്ട് ഉണ്ടാക്കുന്ന ഇഫക്ട് എന്തൊക്കെയാണ് നോക്കിയാൽ, ഒന്ന് നമുക്കറിയാം അല്ലെ, എൻഡോമെട്രിയൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ് ഒന്ന്. അതുപോലെ രണ്ടാമത്തേത് എന്താണ്, എൻസൈമാറ്റിക് ഇന്റർഫറൻസ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ 1 ഉം 3 ആണ്, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പൊ നമ്മൾ നോക്കിയേ കഴിഞ്ഞ DHS എക്സാമിനേഷൻ ചോദിച്ച OBG നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നോക്കിയേ നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടല്ലേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് വരുന്ന DHS എക്സാമിനേഷൻ എഴുതി നല്ല റാങ്ക് നേടിയാൽ മാത്രം പോരാ, നമുക്ക് എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കാനും കഴിയും. സോ അതിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് കേട്ടോ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നന്നായിട്ട് ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.